എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ BT രവി സീതത്തോട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. പ്രഭാത ധ്യാനത്തോടുള്ള ബന്ധത്തിൽ 1 ശമൂവേൽ 15-ാം അധ്യായം 22-ാം വാക്യം. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന പോലെ ഹോമയാഗങ്ങളും ഹനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളിലും നല്ലത്. ഇവിടെ ശമൂവേൽ പ്രവാചകനും ശൗലും തമ്മിലൊരു സംഭാഷണമാണ് 15-ാം അധ്യായത്തിൽ കാണുവാനായി കഴിയുന്നത്. ദൈവത്തെ അനുസരിക്കാതെ, ദൈവവചനത്തെ അനുസരിക്കാതെ നാം ചെയ്യുന്ന എത്ര വലിയ പ്രവൃത്തിയായാലും അതിൽ ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുകയാണ്. ഈ വാക്യത്തിലെ പ്രധാന വിഷയമെന്ന് പറയുന്നത് അനുസരണം എന്നുള്ളതാണ്. അനുസരണക്കേടിനാൽ അരാജകത്തിലേക്ക് പോയ അനേക വ്യക്തികളെയും കുടുംബങ്ങളെയും ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തിലേക്ക് പാപം പ്രവേശിച്ചത് തന്നെ ആദാമിൻ്റെ അനുസരണക്കേടിനാലാണ്. റോമാലേഖനം 5:19. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. അങ്ങനെ നാം എല്ലാവരും അനുസരണക്കേടിൻ്റെ മക്കളായി തീർന്നു. എഫെസ്യർ 2:2. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വ്യക്തികളെ പരിശോധിച്ചാലും കുടുംബങ്ങളിലായാലും സഭകളിലായാലും സംഘടനകളിലായാലും ഇതര പ്രസ്ഥാനങ്ങളിലായാലും ഇന്ന് നടക്കുന്ന അനേക പ്രശ്നങ്ങളുടെയും മുഖ്യ കാരണമെന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കാതെയും ദൈവജനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെയും ചെയ്യുന്ന പ്രവൃത്തികളല്ലേ. ചിലരുടെ ചിന്തയെന്ന് പറയുന്നത് എല്ലാവരും എന്നെ അനുസരിക്കണം, എന്നാൽ എനിക്കാരെ അനുസരിക്കുവാൻ കഴിയില്ല എന്ന് പറയുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഏക മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആദാം മുഖാന്തരം സകല മനുഷ്യരും അനുസരണക്കേടിലേക്ക് പോയപ്പോൾ അനുസരണക്കേടിലായ സകല മനുഷ്യരെയും നീതിമാന്മാരാക്കി തീർക്കുവാൻ വേണ്ടി ഏകമനുഷ്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അനുസരണത്തിൽ തികഞ്ഞവനായി തീർന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുസരണത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എബ്രായർ 5:8 പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് വായിക്കുവാനായി കഴിയുന്നുണ്ട്. മനുഷ്യൻ്റെ അനുസരണക്കേടിൻ്റെ ഫലമായിട്ടാണ് കർത്താവ് നമുക്ക് പകരണക്കാരനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുകയാണ്. ആകയാൽ നാം ഇന്ന് അനുസരിക്കേണ്ടത് ദൈവത്തെയാണ്, മനുഷ്യരെയല്ല. എന്നാൽ പലപ്പോഴും മനുഷ്യൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് നേതാക്കന്മാരെയും സമ്പത്തുള്ളവരെയും സമൂഹത്ത് പദവിയും പ്രൗഢിയുള്ളവരെയൊക്കെ അനുസരിക്കുവാൻ വെമ്പിൽ കൊള്ളുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരെ എങ്ങനെ പ്രസാദിപ്പിക്കണം, അവരെ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്നുള്ള നിലയിൽ ഓടി നടക്കുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവജനത്തിൻ്റെ മുമ്പാകെ നാം ചിന്തിക്കുമ്പോൾ
ഇതിലൊന്നും ദൈവത്തിന് പ്രസാദമാകുന്നില്ല. ദൈവത്തെയോ വചനത്തെ അനുസരിക്കാതെ ചെയ്യുന്ന എത്ര വലിയ പ്രവൃത്തിയായാലും അതിലൊന്നും ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയത്തില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ നാം ക്രിസ്തുവിനെ അനുസരിക്കുന്നവരായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. ക്രിസ്തുവിനുള്ള അനുസരണം എന്നാൽ വിശ്വാസത്തിൻ്റെ അനുസരണമാണ്. റോമാലേഖനം 16:25 വായിക്കുവാൻ കഴിയുന്നുണ്ട്. സത്യത്തെ അനുസരിക്കലാണ് ഗലാത്യർ 5:7. വചനം അനുസരിക്കുകയാണ് 1 പത്രോസ് 2:8. ദൈവവിളി അനുസരിക്കുകയാണ് എബ്രായർ 11:8. സ്വർഗീയ ദർശനത്തെ അനുസരിക്കലാണ് അപ്പോസ്തല പ്രവൃത്തി 26:19. ദൈവത്തെ അനുസരിക്കുക അല്ലെങ്കിൽ കർത്താവിനെ അനുസരിക്കുക എന്ന് പറയുന്നതിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതാണ്. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിനെ അനുസരിക്കേണ്ടതാണ്. കർത്താവിനെ അനുസരിക്കാതെ പോകുന്നെങ്കിൽ എഫെസ്യർ 5:6 വായിക്കുവാൻ കഴിയുന്നത് അനുസരണം കെട്ടവരുടെ മേൽ ദൈവകോപം വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ദൈവകോപത്തിൻ്റെ പാത്രമായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവീയ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ മക്കളായി ജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കാറ്റും കടലും ദൈവത്തെ അനുസരിക്കുന്നു, അശുദ്ധാത്മാക്കൾ കർത്താവിനെ അനുസരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവചനമാകുന്ന നാം എത്രത്തോളം കർത്താവിനെ അനുസരിക്കണം, കർത്താവിനെ ആദരിക്കണം, കർത്താവിനെ പ്രസാദിപ്പിക്കണം. ആകയാൽ ദൈവത്തെയും ദൈവജനത്തെ അനുസരിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.